വി.എസ്. ശിവകുമാർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. കാച്ചാണി മുതൽ പൊന്മുടി വരെ കിടക്കുന്നൊരു വലിയ മണ്ഡലമാണ്. ഓടിയെത്താൻ പറ്റുന്നുണ്ടോ തിരുവനന്തപുരത്തെ പോലെയൊക്കെ? അതൊന്നും ഒരു പ്രശ്നമല്ല. തിരുവനന്തപുരവും പിന്നെ അരുവിക്കരയൊക്കെ ഒന്നുപോലെ തന്നെയാണ്. അരുവിക്കര മണ്ഡലത്തിൽ കുറച്ച് വലിയ ഏരിയ ഉണ്ട് എന്നുള്ളതാണ്. 8 പഞ്ചായത്തുകളുണ്ട്. പൊന്മുടി മുതൽ കള്ളിക്കാട് വരെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് കഴിയുമ്പോൾ മണ്ഡലമായി കാച്ചാണി. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ പര്യടന പരിപാടി ആരംഭിക്കുകയാണ്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു സ്വീകരണമാണ്. കഴിഞ്ഞ ദിവസം ആന്റണി രാജു ഒരു ആരോപണം പറഞ്ഞിരുന്നു. അതായത് ഒരു ഡീലുണ്ട് തിരുവനന്തപുരം അരുവിക്കരയും തമ്മിൽ. അതുകൊണ്ടാണ് താങ്കളെ അരുവിക്കരയിലേക്ക് കൊണ്ടുപോവുകയും ഇവിടെ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ LDFിൻ്റെ നേതാക്കന്മാർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു വികസന വിരുദ്ധ സമീപനവും അഴിമതിയും ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കേരളത്തിൽ പിണറായി വിജയൻ്റെ ലക്ഷ്യവും കോൺഗ്രസ് മുക്ത കേരളമാണ്. അപ്പോൾ അതിനവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ പറഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഏതടവും അവർ പ്രയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു കാര്യമില്ല. താങ്കളുടെ കാര്യത്തിൽ പറയുന്നത് അവിടെ ദുർബലനായ BJP സ്ഥാനാർത്ഥിയാണ്, അത് താങ്കളുടെ ജയസാധ്യത അരുവിക്കരയെ വർദ്ധിപ്പിക്കും. പക്ഷെ നേരെ മറിച്ച് തിരുവനന്തപുരത്ത് ദുർബലനായ UDF സ്ഥാനാർത്ഥിയാണ്. താങ്കളെ ഇവിടുന്ന് ജയിച്ച ആളെ, പലതവണ മത്സരിച്ച ആളെ ഇവിടുന്ന് മാറ്റിയെന്നാണ്. തിരുവനന്തപുരത്ത് ഞാൻ ആ നിയോജക മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ മതി. CP ജോൺ ജയിക്കും, യാതൊരു സംശയവുമില്ല. അത്രയധികം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു നിയോജക മണ്ഡലമാണ്. ഇന്ന് കാണുന്ന വികസിതമായ തിരുവനന്തപുരം പട്ടണം, അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയിലൂടെയാണ്. നഗരവികസന ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അതിന് നേതൃത്വം കൊടുത്ത ഞാനാണ്. അന്ന് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി ഞാനാണ്. അപ്പോൾ അതിൻ്റെ പദ്ധതികൾ ഈ നിയോജക മണ്ഡലത്തിൽ ഒരു ടൗൺഷിപ്പ് തന്നെ വലിയതുറ പ്രദേശത്തുണ്ടായി. കോളേജുകൾ, നെറ്റ് ഫാക്ടറി, പാവപ്പെട്ട ആളുകൾക്ക് വീടുകൾ, അവിടെ ഒരു വലിയ പാലം നഗരവുമായി ബന്ധപ്പെടുത്തുന്നു. അതൊക്കെ പറഞ്ഞാൽ CP ജോണിന് വേറെ ഒരു വലിയ ആന്റണി രാജു 5 വർഷക്കാലം കൊണ്ട് നടത്തി എന്ത് ചെയ്തു എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തും. ഏതായാലും തിരഞ്ഞെടുപ്പിൽ ഇനി തുടർന്നുള്ള സമീപനം, ഒപ്പം തന്നെ ഡീൽ ആരോപണത്തിനുള്ള വ്യക്തമായ മറുപടി, അതാണ് വി.എസ്. ശിവകുമാർ നൽകുന്നത്. VS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.